തളിപ്പറമ്പിലെ വിജയത്തിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി ടി കെ ഗോവിന്ദൻ. വിനോദിനി ബാലകൃഷ്ണൻ ടി കെ ഗോവിന്ദനെ സ്വീകരിച്ചു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഈ ഒരു സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി ജയിച്ച് വീണ്ടും സഖാവ് കോടിയേരിയുടെ വീട്ടിലേക്ക് വരുന്നു. ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് നമുക്ക് പറയാനാവുന്നത്? ക്രിസ്tina പ്രവിത, അല്പസമയം മുമ്പാണ് നിയുക്ത തളിപ്പറമ്പ് MLA ടി കെ ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം കോടിയേരിയുടെ വീട്ടിലെത്തിയത്. അവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ ഇവരെ ഇരുവരെയും സ്വീകരിക്കുകയും ചെയ്തു. ഇതിന് മുന്നിൽ കോടിയേരിയുടെ ഓർമ്മകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ചെറിയൊരു മ്യൂസിയം ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരുവരും സന്ദർശനം നടത്തുകയും ചെയ്തു. നേരത്തെ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിച്ച സമയത്തടക്കം ടി കെ ഗോവിന്ദൻ പറഞ്ഞത് കോടിയേരി ആയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ പാർട്ടിക്ക് ഉണ്ടാവില്ലായിരുന്നു. അത്രത്തോളം അടുപ്പം കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് ഉണ്ടായിരുന്നു. ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സന്ദർശനം എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിൽ 56 വർഷം CPM കൈവശം വച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ വിജയിച്ച് നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കോടിയേരിയുടെ വീട്ടിൽ നടത്തുന്ന ഈ ഒരു സന്ദർശനത്തിൽ വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഇന്ന് രാവിലെ DCC ഓഫീസിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നത് പാർട്ടി തെറ്റുതിരുത്താൻ തയ്യാറാകില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇനിയും ഇതേപോലെ തന്നെ ഗോവിന്ദനൊക്കെ സംസ്ഥാന സെക്രട്ടറിയായി തുടരുമ്പോൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത്. അതിനുശേഷമാണ് അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ എത്തിയത്. എന്തായാലും വലിയൊരു രാഷ്ട്രീയ മാനം തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലെയും ഒക്കെ പ്രശ്നങ്ങൾ അത് വഷളാവാൻ കാരണം നിലവിലെ നേതൃത്വമാണെന്നാണ് അന്ന് പുറത്തുപോയ വി കുഞ്ഞികൃഷ്ണനും അതേപോലെ തന്നെ ടി കെ ഗോവിന്ദനടക്കം പറഞ്ഞിരുന്നു. എന്തായാലും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ വിനീഷ് കോടിയേരി കഴിഞ്ഞ ദിവസം ഈ തോൽവിക്ക് പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു. അതായത് ശക്തമായ ഒരു നേതൃത്വം അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ നേതൃത്വത്തിന് ചില പിശകുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന ധ്വനി നൽകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ഈ ടി കെ ഗോവിന്ദൻ എത്തിയത്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തളിപ്പറമ്പിലെ പാർട്ടി സഖാക്കൾ തന്നോടൊപ്പം ആണ്. അതിൽ ഒരുപാട് പ്രവർത്തകർ ഇപ്പോൾ നിലവിലെ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. പരസ്യമായി അവരൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അവരൊക്കെ തനിക്ക് പിന്തുണയ്ക്കുമെന്ന് ടി കെ ഗോവിന്ദൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ആന്തൂരിലും മാത്രമല്ല മലപ്പട്ടം പോലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പോലും പാർട്ടി കേഡർമാരുടെ വോട്ട് പോലും ചോർന്നു പോരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സന്ദർശനം എന്തായാലും വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ചയുണ്ടാക്കുന്നതാണ്. എന്തായാലും കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ടി കെ ഗോവിന്ദൻ എത്തി. തളിപ്പറമ്പിലെ വലിയ വിജയത്തിന് ശേഷമാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ അഭികരിച്ചവരുമായി സംസാരിക്കുന്നുണ്ട്. വ്യക്തിപരമായ സന്ദർശനം എന്നാണ് ടി കെ ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, വ്യക്തിപരമായ സന്ദർശനം എന്ന് പറയുമ്പോഴും വേറെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു ഭവന സന്ദർശനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.